ഭക്തരായിട്ടുള്ള ആളുകളുടെ എല്ലാം മൂലകുടുംബമായിട്ടുള്ള നമ്മുടെ ചേർത്തല വേളൂർവട്ടം ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മഹാശിവരാത്രി പ്രമാണിച്ച് ഇവിടെ ഭയങ്കര ഉത്സവം നടക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വേളൂർവട്ടം മഹാദേവ ക്ഷേത്രത്തിലാണ്. അപ്പോൾ വേളൂർവട്ടം ക്ഷേത്രത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളും പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. ഐതിഹ്യത്തിനൊപ്പം ഇവിടെ നടത്തുന്ന ഓരോ കാര്യങ്ങളും, ഓരോ ആചാരങ്ങളും, ഓരോ വഴിപാടുകളും ഓരോ പ്രാധാന്യം അർഹിക്കുന്ന തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളെല്ലാം വേളൂർവട്ടം ക്ഷേത്രത്തെക്കുറിച്ചിട്ട് അറിയാവുന്നവർ തന്നെയായിരിക്കും. അപ്പോൾ ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴോ അങ്ങനെയൊക്കെ കാണുമ്പോഴോ മൂലകുടുംബം സന്ദർശിക്കൂ എന്ന് പറയുമ്പം എല്ലാവരും എത്തിച്ചേരുന്ന ഇടമാണ് നമ്മുടെ വേളൂർവട്ടം മഹാദേവ ക്ഷേത്രം. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ശിവനായതുകൊണ്ടും അതുപോലെ സർപ്പദൈവങ്ങൾക്ക് കൂടുതലും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ക്ഷേത്രമായതുകൊണ്ട് തന്നെ സർപ്പദോഷങ്ങൾ മാറാനും അതുപോലെ പിതൃദോഷങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായിട്ടുള്ള കൂട്ടനമസ്കാരം എന്ന വഴിപാടിന് വളരെയധികം പ്രാധാന്യം നൽകുന്നതായതുകൊണ്ട് പിതൃദോഷങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നതും ഈ വേളൂർവട്ടം ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ഗ്ലാസ്സുകളിലായിട്ട് ഭക്തരെല്ലാവരും വാങ്ങിക്കൊണ്ട് പോകുന്നത് ചുക്ക് കാപ്പിയാണെന്നോ അല്ലെങ്കിൽ കാപ്പിയാണെന്നോ ഒന്നും ചിന്തിക്കേണ്ട. ഇതാണ് നമ്മൾ നേരത്തെ ടൈറ്റിൽ സൂചിപ്പിച്ചിട്ടുള്ള പാനകം എന്ന് പറയുന്ന ആ ഒരു ഔഷധ ഗുണമുള്ള ഭഗവാന്റെ പ്രസാദം. അപ്പോൾ ഈ പറയുന്ന പാനകം എന്നത് ഒരുപാട് ഔഷധ സസ്യങ്ങളുടെ ചാറും അതുപോലെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഇട്ട് ഒരുപാട് മന്ത്രങ്ങൾ ജപിച്ച് മണിക്കൂറുകളെടുത്ത് വളരെയധികം ആചാര അനുഷ്ഠാന പ്രകാരം കാച്ചിയെടുക്കുന്ന ഒരു പാനീയമാണ്. അപ്പോൾ ഇത് ഒരു ഗ്ലാസ് നിറച്ചല്ലെങ്കിൽ ഒരു കുപ്പി നിറയെ കുടിക്കണം എന്നല്ല, വളരെ കുറച്ചാണെങ്കിൽ പോലും ഒരു പ്രസാദം കഴിക്കുന്നത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടെ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഉദര സംബന്ധമായിക്കൊള്ളട്ടെ അതുപോലെ കഫ സംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും മാറാനായിട്ടുള്ള ഏറ്റവും മഹാ ഔഷധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇത് എല്ലാ വർഷവും ശിവരാത്രി ദിവസം മാത്രം ഈ വേളൂർവട്ടം ക്ഷേത്രത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ഒരു ദിവ്യ ഔഷധമാണ്, അല്ലെങ്കിൽ അമൃത് തന്നെയാണ് എന്നൊക്കെയാണ് വിശ്വാസം. അതുകൊണ്ട് ക്ഷേത്രത്തിൽ വരാൻ കഴിയാത്തവർക്ക് ഇതേ പാത്രങ്ങളിലൊക്കെ ശേഖരിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായിട്ടുള്ള കൂവളമാല സമർപ്പണവും അതുപോലെ ജലധാരയും ഒക്കെ കൂടാതെ പാനകം എന്ന് പറയുന്ന ദിവ്യ ഔഷധം സേവിക്കാനായിട്ട് ലോകത്തിൽ നിന്നും എല്ലായിടത്തു നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ദിവസമാണ് ഈ പറയുന്ന ശിവരാത്രി മഹോത്സവ ദിവസമായിട്ടുള്ള ദിവസം. ദാ ഇവിടെ ഭഗവാന്റെ തിടമ്പുമായിട്ട് ഗജരാജ വീരന്മാർ എഴുന്നള്ളി നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ. എത്ര ഭക്തജനങ്ങളാണെന്നറിയാമോ ഭക്തിപൂർവ്വം ഇതിന് ചുറ്റും ഇങ്ങനെ കൂടി നിന്ന് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് നിൽക്കുന്നത്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 നാലമ്പലവും അതുപോലെ തന്നെ 2 കൊടിമരവും നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് എന്നതും കൂടെയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് കൂടെ നോക്കിക്കളയാം അല്ലേ. അപ്പോൾ ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞല്ലോ. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ക്ഷേത്രങ്ങളിലെ ഒരു ക്ഷേത്രമായിട്ടാണ് നമ്മുടെ വേളൂർവട്ടം മഹാദേവ ക്ഷേത്രത്തിനെ കണക്കാക്കുന്നത് എന്നതാണ് ചരിത്രമെങ്കിലും ഇതിൽ ഒരു വലിയ ഐതിഹ്യമുണ്ട്. അപ്പോൾ ഐതിഹ്യം എന്താണെന്നത് പറഞ്ഞു തരാം. തിരുവനന്തപുരത്ത് മുറജപത്തിനായി പോയിക്കൊണ്ടിരുന്ന ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ കൊച്ചി മുതൽ അമ്പലപ്പുഴ വരെയുള്ള സുരക്ഷ നമ്മുടെ വേളൂർവട്ടത്തിൻ്റെ നാടുവാഴിയായിരുന്ന തോണിക്കടവ് മേനോനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം വൈക്കത്ത് മഹാദേവ ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോയ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്ക് നട അടച്ചിട്ടിരുന്നതിനാൽ അവിടെ ഭഗവാനെ തൊഴാൻ കഴിഞ്ഞില്ല എന്നും അന്നേ ദിവസം തന്നെ വേളൂർവട്ടത്ത് തങ്ങാനായിട്ട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ തോണിക്കടവ് മേനോൻ ക്ഷണിച്ചുവെന്നും ഈ ക്ഷണം സ്വീകരിച്ച ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ വേളൂർവട്ടത്ത് വെച്ച് രാത്രി ഉറക്കത്തിൽ മഹാദേവനെ സ്വപ്നം കണ്ടുവെന്നും ഈ സ്വപ്ന ദർശനത്തിൽ മഹാദേവൻ അതായത് വൈക്കത്തപ്പൻ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളോട് മഹാഗണപതി ഹോമത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊള്ളുവെന്നും വേളൂർവട്ടത്ത് താൻ ദർശനം നൽകുമെന്നും അരുൾ ചെയ്തു അത്രേ. അപ്പോൾ ഇത് പ്രകാരം വേഗം തന്നെ മഹാഗണപതി ഹോമ യാഗത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ഹോമകുണ്ടത്തിൽ അഗ്നികൾക്കിടയിൽ സ്വയംഭൂവായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു എന്നുമൊക്കെയുള്ളതാണ് ഐതിഹ്യം. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ. ഇതേ കണ്ടോ, ഒരുപാട് ആൾക്കാർ വന്നും പോയും കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രാചാരങ്ങൾ മാത്രമല്ല കേട്ടോ, ഉത്സവം പ്രമാണിച്ച് സ്റ്റേജ് പരിപാടികളും നടക്കുന്നുണ്ട്. നോക്കിക്കേ, ഒറ്റ സീറ്റ് പോലും മിച്ചമില്ലാതെ സ്റ്റേജ്
സ്റ്റേജിന് മുന്നിൽ നിറഞ്ഞിരിക്കുകയാണ് കാണികളുടെ കൂട്ടം. ഈ ദിവസങ്ങളിൽ മാത്രമല്ല, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും ഈ ക്ഷേത്രത്തിൽ ഭയങ്കര ഭക്തജന തിരക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭക്തജനങ്ങളുടെ എല്ലാം തന്നെ മൂലകുടുംബം എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമായതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ അവധി ദിവസങ്ങളിലും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.